ഹലോ, ഈ വർഷത്തെ എൻട്രൻസ് എക്സാമുകളെല്ലാം കഴിഞ്ഞു. ഏകദേശം എല്ലാ എക്സാമുകളുടെയും റിസൾട്ടുകൾ വന്നു. നമുക്കറിയാം കൗൺസിലിംഗ് പ്രോസസ്സുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിലേക്കുള്ള അഡ്മിഷൻസ് അടക്കം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മളെല്ലാവരും ഒരുപാട് ദിവസങ്ങളായി കാത്തിരിക്കുന്ന നമ്മുടെ കീം എക്സാമിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ തന്നെ JEE ഗ്രൂപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാ ദിവസവും രാവിലെ ഒന്ന് മെസ്സേജ് അയക്കും, ഇന്ന് റിസൾട്ട് വരുമോ, ഇന്ന് വൈകിട്ട് വരുമോ എന്നൊക്കെ. ഒരുപാട് ദിവസങ്ങളായിട്ട് കുട്ടികൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസിയുടെ കൗൺസിലിംഗ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കീം എക്സാം കഴിയും അവരുടെ റാങ്ക് അറിഞ്ഞാൽ മാത്രമേ ഏത് കോളേജിൽ കിട്ടുമെന്ന് മനസ്സിലാകും. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. നേരെ മറിച്ച് അവർക്ക് പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷത്തിൽ 3-4 ലക്ഷം കൊടുത്ത് പഠിക്കേണ്ട കോളേജുകളാണ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വൈകിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഫയലിൽ വിദ്യാർത്ഥികളുടെ ജീവിതമാണ് സർ എന്നുള്ളതാണ് നമ്മുടെ പത്രത്തിൽ ഇന്ന് കാണാൻ പറ്റുന്ന ഹെഡിങ്. അപ്പോൾ കുട്ടികളുടെ ലൈഫ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പം JEEക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോച്ചിങ്ങിനൊന്നും അത്ര തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികൾ വെറും കീം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ച് സ്കൂളിൽ മാർക്ക് വാങ്ങി അങ്ങനെ ഈ ഒരു എക്സാമിൻ്റെ റാങ്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പുറത്ത് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടക്കം മുതലേ സംശയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മാർക്ക് നോർമലൈസേഷൻ തന്നെയാണ്. അപ്പോൾ മാർക്ക് ഏകീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം സ്റ്റാൻഡേർഡൈസേഷൻ കാരണം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ഒരുപാട് മാർക്ക് കുറഞ്ഞു, CBSE കുട്ടികൾക്ക് മാർക്ക് കൂടി. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ തന്നെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ വരുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോമുലയാണ്. അത് അപ്ലൈ ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വർഷവും അത് തന്നെ അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് കീമിൻ്റെ ബ്രോഷറിൽ നമുക്ക് നേരത്തെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പക്ഷേ വീണ്ടും വിവാദം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അത് ഭയന്നിട്ടായിരിക്കും ഈ റിസൾട്ട് വൈകുന്നത്. അതിൻ്റെ കൂടെ തന്നെ കണ്ട മറ്റൊരു വാർത്ത, +2 സ്കോർ ക്രമീകരണം തമിഴ്നാടിൻ്റെ രൂപത്തിലേക്ക് ആക്കിയേക്കാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കീമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോമുല അല്ല തമിഴ്നാട് ഫോളോ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഓരോ ബോർഡിൻ്റെയും എക്സാമിൽ ടോപ്പർ ആരാണ് അയാളുടെ മാർക്കിനെ കമ്പയർ ചെയ്തിട്ടാണ് ബാക്കിയുള്ളവരുടെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിൽ CBSE ഒരു കുട്ടിയുടെ റാങ്ക് 1ൻ്റെ മാർക്ക് വന്നത് ഒരു 90 ആണെന്നുണ്ടെങ്കിൽ, 100ൽ 90 ആണെന്നുണ്ടെങ്കിൽ ആ 90 ആണ് എന്താക്കിയെടുക്കുക, 100% എന്നുള്ള സ്കെയിലാക്കി എടുക്കുക. അതിനനുസരിച്ച് ബാക്കിയുള്ള മാർക്കുകൾ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഔട്ട് ഓഫ് 90 എന്നുള്ള രൂപത്തിൽ കൺവേർട്ട് ചെയ്യുക. ഇതാണ് തമിഴ്നാട് ഫോളോ ചെയ്യുന്ന റൂള്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടായേക്കാം. പക്ഷേ ഏതെങ്കിലും ഒന്ന് ഫൈനലി ഡിസൈഡ് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യണ്ടേ. ഇതല്ലാതെ നമ്മൾ ഏത് ഫോമിൽ ഉപയോഗിക്കണം, ഇതെങ്ങനെ ക്രമീകരിക്കണം എന്ന് ഇപ്പോഴല്ലല്ലോ ആലോചിക്കേണ്ടത്. എത്രയോ മാസങ്ങളുണ്ടായിരുന്നു, കീമിൻ്റെ ബ്രോഷർ വന്നിട്ട് മാസങ്ങളായി. അപ്പോൾ അത്രയും മാസങ്ങളായിട്ടും ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ കീം എന്ന് പറയുന്ന എക്സാം എടുത്ത് ഒഴിവാക്കുക, ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുകയും റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്ന JEE പോലുള്ള എക്സാം എല്ലാവരും എഴുതുക. ആ JEEയുടെ എക്സാമിൻ്റെ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കീമിലെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും അഡ്മിഷൻ കൊടുക്കാം. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റ് പോലെ, ഇപ്പോൾ നീറ്റൊക്കെ ഒരു സിംഗിൾ എക്സാം മാത്രമുള്ളത്, അതിൻ്റെ സ്കോർ പരിഗണിച്ചിട്ടാണ് കേരളത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലേക്കും അഡ്മിഷൻ നടക്കുന്നത്. ഇനി ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ JEEയുടെ സ്കോർ എടുക്കാം, അതിന് ഹാഫ് വെയിറ്റേജ് കൊടുക്കാം, +2 മാർക്ക് ആഡ് ചെയ്യാം, എന്നിട്ട് ഇപ്പോൾ കീമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന പോലെ തന്നെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡോ ഇതുപോലത്തെ അൺസർട്ടനിറ്റീസ് ഒന്നുമില്ല. കൃത്യമായിട്ട് നമുക്കറിയാം ജനുവരിയിൽ JEE മെയിൻ നടക്കും, ഏപ്രിലിൽ സെഷൻ 2 നടക്കും, അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞാൽ റിസൾട്ട് വരും. ഇത് വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ അത് ഫോളോ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു സൊല്യൂഷൻ. അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം JEE ആണെന്നുണ്ടെങ്കിലും കീം ആണെന്നുണ്ടെങ്കിലൊക്കെ സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, റൈറ്റ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ സിസ്റ്റം ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും 2 ചാൻസ്, JEEയിലും ഒരു ചാൻസ് മാത്രമല്ല, ഒരു കുട്ടിക്ക് ഒന്നിൽ മിസ്സായി കഴിഞ്ഞാൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി JEEയിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ കീമിൽ അങ്ങനെയല്ല, നമുക്ക് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്ക് ഇനിയിപ്പം കീം ഇല്ലാന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. JEE എക്സാമിൻ്റെ റിസൾട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് പറഞ്ഞ പോലെ തന്നെ നേരത്തെ പരീക്ഷ നടത്തുക. ഏപ്രിൽ 28-ന് തീർന്ന പരീക്ഷയാണ്. ഇപ്പോൾ മെയ് ജൂൺ 2 മാസം കഴിഞ്ഞു. 2 മാസമായിട്ടും എന്ത് വന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ കീം എഴുതി റാങ്ക് ലിസ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇൻ കേരള അഡ്മിഷൻ എടുക്കാൻ കാത്തിരിക്കുന്ന കുട്ടികളും പാരൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്രയും പെട്ടെന്ന് ഇന്ന് വൈകുന്നേരമാണെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ റിസൾട്ട് പുറത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനെതിരെ ഒരു അവയർനെസ് നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇത് പല ആളുകളും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മൾ ന്യൂസ് ചാനലുകൾ, പത്രം മാത്രമല്ല ന്യൂസ് ചാനലുകളടക്കം ചിലപ്പം ഏറ്റെടുത്താലായിരിക്കും ആ ഒരു പ്രഷർ കാരണം എത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് എന്ത് ചെയ്തോളും, പുറത്തു വന്നോളും. ഇത് അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. കീം എഴുതിയ ആളുകൾ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം.